ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ ദുര്യോധനൻ ഭഗവാനെ സമീപിച്ചിട്ടൊരു ചോദ്യം ചോദിക്കേണ്ടായി. ആ ഒരു ചോദ്യം ഇപ്രകാരമായിരുന്നു: കൃഷ്ണ, ഈ ലോകത്തിലുള്ള എന്നെ ഒരു ദുഷ്ടനായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. അതേസമയം ധർമ്മപുത്രരെ നല്ലവനായിട്ടും ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? കൃഷ്ണ, ഞാൻ ധർമ്മം മാത്രമല്ലേ ചെയ്തുള്ളൂ. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ദുര്യോധനനോട്, നിന്റെ ചോദ്യത്തിന് ഞാൻ നാളെ ഉത്തരം നൽകാം. പക്ഷേ നാളെ വരുമ്പോൾ നീ എവിടെ നിന്നെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൂടി കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ. ഭഗവാൻ പറഞ്ഞപ്പോൾ ശരി കൃഷ്ണ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ദുര്യോധനൻ പോയി. അപ്പോൾ തന്നെ ഭഗവാൻ എന്തു ചെയ്തുവെന്നോ ധർമ്മപുത്രരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ചീത്ത മനുഷ്യനെ കൂടി അങ്ങ് കൂട്ടിക്കൊണ്ടുവരണം എന്ന്. ശരി കൃഷ്ണ എന്നും പറഞ്ഞ് യുധിഷ്ഠിരനും പോയി. പിറ്റേ ദിവസം ദുര്യോധനനും യുധിഷ്ഠിരനും കൂടിയിട്ട് ഭഗവാന്റെ മുൻപിലെത്തി. പക്ഷെ രണ്ടുപേരുടെ കൂടെയും ആരെയും കണ്ടില്ല. ഭഗവാനാവട്ടെ ആദ്യം ചോദിച്ചു ദുര്യോധനനോട്, എന്തു പറ്റി? ഒരു നല്ല മനുഷ്യനെ കൂടെ കൂട്ടണം എന്ന് ഞാൻ താങ്കളോട് ഇന്നലെ പറഞ്ഞില്ലേ? എവിടെ ആ നല്ല മനുഷ്യൻ എവിടെ? അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, കൃഷ്ണ, ഞാൻ എന്തു ചെയ്യാനാണ്? ഈ ഹസ്തിനപുരിയിലാകെ ഞാൻ ഇന്നലെ മുഴുവനും തെരഞ്ഞു. പക്ഷെ ഒരൊറ്റ നല്ല മനുഷ്യനെ കാണണ്ടേ? എല്ലാം ദുഷ്ടന്മാരാണ്. ഞാൻ പിന്നെ എന്തു ചെയ്യും? ഇത് ദുര്യോധനൻ ഒരു പരിഭവത്തോടു കൂടിയാണ് ഭഗവാനോട് പറഞ്ഞത്. നേരെ ഭഗവാൻ എന്തു ചെയ്തു? ധർമ്മപുത്രരുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? എൻ്റെ കാര്യവും അങ്ങനെ തന്നെ കൃഷ്ണ. എത്ര തിരഞ്ഞു നടന്നിട്ടും ഈ ഹസ്തിനപുരിയിൽ എങ്ങും തന്നെ ഒരു ഒറ്റ ചീത്ത മനുഷ്യനെ പോലും എനിക്ക് കാണാനായില്ല. ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഭഗവാൻ ദുര്യോധനനോട് ചോദിച്ചു, ദുര്യോധന, താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? ഹസ്തിനപുരിയിൽ എല്ലായിടത്തും തിരഞ്ഞിട്ടും ഒരു നല്ല മനുഷ്യനെ കണ്ടെത്താൻ താങ്കൾക്ക് കഴിഞ്ഞില്ല. കാരണം താങ്കൾക്ക് മറ്റുള്ളവരിൽ നന്മ കാണാൻ സാധിക്കുന്നില്ല. തിന്മ മാത്രമേ അങ്ങ് കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും താങ്കളെ ഒരു ചീത്ത മനുഷ്യനായിട്ട് കണക്കാക്കുന്നത്. ഇനി നേരെ മറിച്ച് ധർമ്മപുത്രരെ നോക്കൂ. അദ്ദേഹത്തിന് ഒരൊറ്റ ചീത്ത മനുഷ്യനെയും ഈ രാജ്യത്ത് കാണാനാവുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ എല്ലാവരും നല്ലവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും എല്ലാവരും നല്ലവനായിട്ട് കാണുന്നു. അതായത് നമ്മുടെ മനസ്സിലെ നന്മയും തിന്മയും തന്നെയാണ് നാം പുറത്തും കാണുന്നത്. ഭഗവാന്റെ മറുപടി കേട്ടിട്ട് ദുര്യോധനൻ എന്തു ചെയ്തു? തല കുനിച്ചു നിന്നു. ഈ കഥയിലെ ദുര്യോധനനെ പോലെയാണ് നമ്മൾ ഏറെയും, അല്ലേ? അതുകൊണ്ട് നമ്മൾ പലരുടെയും ചിന്തകൾ നിഷേധാത്മകമായിട്ട് കാണുന്നു. ഇത്തരം നിഷേധ ചിന്തകൾ ഒഴിവാക്കി നോക്കിയാൽ സ്വന്തം വ്യക്തിത്വത്തെ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ദുര്യോധനൻ ആവണോ അതോ ധർമ്മരാജാവായ യുധിഷ്ഠിരൻ ആവണോ എന്ന്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.